ഇനി കാൽനടയായി മാത്രമേ എത്താൻ സാധിക്കൂ. അത് ഒരു ഇടവഴിയിലൂടെയാണ് ഇപ്പോൾ മുണ്ടക്കയത്തെ വിഷ്വൽ സ്കൂൾ പരിസരത്തെ രക്ഷാപ്രവർത്തനത്തിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർക്ക് കാണാം. കുത്തിയൊലിച്ചൊഴുകുന്ന പുഴയാണ്. ഈ പുഴ ഇത്രയും വലിപ്പമുള്ളതായിരുന്നില്ല, ഇവിടെ ഇങ്ങനെ ആയിരുന്നില്ല കാഴ്ച. ഇപ്പോൾ ഇത്രയും വലിയ കാഴ്ചയാണ് പ്രേക്ഷകർ കാണുന്നതെങ്കിൽ അതിനോടൊപ്പം അവിടെ വീടുകളിൽ ഉറങ്ങിക്കിടക്കുന്നവർ, അവർക്ക് വലിയ അലേർട്ടൊന്നും ഇന്നലെ രാത്രിയിൽ ആ അർത്ഥത്തിൽ ഉണ്ടായിരുന്നില്ല. ക്യാമ്പുകളിൽ മാറാനുള്ള വലിയ നിർദ്ദേശങ്ങളും ഉണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് മുണ്ടക്കയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ്. നമുക്കറിയേണ്ടത് മുണ്ടക്കൈ സ്കൂളിൻ്റെ പരിസരത്ത് ഇപ്പോഴും ചെളിയിൽ ആഴ്ന്നു നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരനെ രക്ഷിച്ചെടുക്കാൻ സാധിക്കണം. അവിടേക്ക് നമ്മളുടെ സംഘം എത്തണം, ദൗത്യസംഘം അവിടെ എത്തണം. അവിടേക്ക് എത്തുന്നു ദൗത്യസംഘം എന്നാണ് മനസ്സിലാക്കുന്നത്. വളരെ വെല്ലുവിളികൾ നിറഞ്ഞ ഒരു സാഹചര്യത്തെയും അതിജീവിച്ചുകൊണ്ടാണ് നമ്മുടെ NDRFിൻ്റെയും SDRFിൻ്റെയും സിവിൽ ഡിഫൻസിൻ്റെയും സംഘം അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ജില്ലാ അതോറിറ്റിയും സർക്കാരും പ്രതിപക്ഷവുമൊക്കെ ഒരുമിച്ച് തന്നെ MLA ടി സിദ്ദിഖിൻ്റെ നേതൃത്വത്തിൽ മന്ത്രിമാരായ K രാജൻ, മുഹമ്മദ് റിയാസ്, OR കേളു എന്നിവർ തിരുവനന്തപുരത്ത് ഏകോപിപ്പിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ അവർ അവിടേക്ക് എത്തുന്നതായിരിക്കും. 5 NDRFിൻ്റെ യൂണിറ്റുകളും ഇപ്പോൾ സജ്ജമായി കഴിഞ്ഞു. സംഭവസ്ഥലത്തേക്ക് സിവിൽ ഡിഫൻസിൻ്റെ സംഘവും എത്തിയിട്ടുണ്ട്. പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിലുള്ള രക്ഷാപ്രവർത്തനവും ഇപ്പോൾ സ്ഥലത്ത് പുരോഗമിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ കയ്യിൽ വലിയ ആയുധങ്ങളോ ഉപകരണങ്ങളോ ഇല്ല. വലിയ ഒഴുക്കുള്ള ഈ പുഴ മറികടന്ന ഗ്രാമത്തിലേക്ക് എത്തുക ദുസ്സഹമാണ്. തത്സമയ ദൃശ്യങ്ങൾ പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് മുണ്ടക്കൈ സ്കൂളിലെ ആദ്യ വിഷ്വലുകളാണ് പ്രേക്ഷകർ കാണുന്നത്. മുണ്ടക്കൽ സ്കൂളിലെ ഉരുൾപൊട്ടലിൻ്റെ പ്രഭവ കേന്ദ്രത്തിൽ നിന്നടുത്തുള്ള ആദ്യ ദൃശ്യങ്ങളാണ് റിപ്പോർട്ടർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചാലിയാർ പുഴ കരകവിഞ്ഞൊഴുകുന്ന ദൃശ്യങ്ങളുണ്ട്. ഈ ചൂരൽ മലപ്രദേശത്ത് ഒഴുകിക്കൊണ്ടിരുന്ന ഒരു ചെറിയ പുഴയാണ് രൗദ്രഭാവം പൂണ്ട് ഇന്ന് പുലർച്ചയോടുകൂടി വീടുകൾ തകർത്തൊഴുകിക്കൊണ്ടിരുന്നത്. സ്കൂളിൻ്റെ ഗ്രൗണ്ട് അക്ഷരാർത്ഥത്തിൽ പുഴയായി മാറിക്കഴിഞ്ഞു. പുഴയുടെ കുത്തൊഴുക്ക് ഇപ്പോഴും പ്രേക്ഷകർക്ക് കാണാം. ആദ്യഘട്ടത്തിൽ രക്ഷാപ്രവർത്തകർ പുഴ മറികടന്നു പോയതാണ്. പക്ഷേ വീണ്ടും ചെറിയ മണ്ണിടിച്ചിലുണ്ടാവുകയും മലവെള്ളപ്പാച്ചിൽ വരികയും ചെയ്തപ്പോൾ അവർക്ക് തിരിഞ്ഞോടേണ്ടി വരുന്ന സാഹചര്യമുണ്ടായി. വീണ്ടും അവർ ഒരു ശ്രമം കൂടി നടത്തി, അതും പരാജയപ്പെട്ടു. ഇപ്പോൾ 3ാം ശ്രമത്തിൽ അവർ മുണ്ടക്കൈ സ്കൂളിൻ്റെ പരിസരത്തെത്തി. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന മുണ്ടക്കൈ സ്കൂളിലെ പരിസരത്തും മുണ്ടക്കൈ ബസ് സ്റ്റാൻഡിലും ട്രീ വാലിയിലുമുള്ള പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കുക. ഒരു കാരണവശാലും നിങ്ങൾക്ക് പരിഭ്രാന്തി വേണ്ട. എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിക്കഴിഞ്ഞു, എല്ലാ സംവിധാനങ്ങളും ഒരുക്കിക്കഴിഞ്ഞു. അല്പസമയത്തിനുള്ളിൽ ഒരമണിക്കൂറിനുള്ളിൽ തന്നെ കുളൂരിൽ നിന്ന് പുറപ്പെട്ട MiG-15 ഹെലികോപ്റ്ററുകൾ അവിടെ എത്തും. നിങ്ങളെ അവിടെ നിന്നും എയർലിഫ്റ്റ് ചെയ്ത് മറുകരയിൽ എത്തിക്കും. രക്ഷാപ്രവർത്തകർ ഇപ്പോൾ മുണ്ടക്കൈ സ്കൂളിന് സമീപത്ത് എത്തിക്കഴിഞ്ഞു. അവർക്ക് അല്പസമയത്തിനുള്ളിൽ നിങ്ങളുടെ അടുത്തേക്ക് വരാവുന്നതേയുള്ളൂ. പരിഭ്രാന്തി വേണ്ട. വീടുകളിൽ ആരെങ്കിലും കുടുങ്ങിക്കിടപ്പുണ്ടെങ്കിൽ നിങ്ങൾ സുരക്ഷിതമായി നിങ്ങൾ ഇരിക്കുക. തീർച്ചയായും അവർക്ക് ഈ ടെലിവിഷനൊന്നും കാണാൻ കഴിയില്ല എന്ന് നമുക്കറിയാം. കാരണം വൈദ്യുതി ബന്ധമെല്ലാം പൂർണ്ണമായും അവിടെ തകർന്നിട്ടുണ്ട്. മുണ്ടക്കൈയിലുള്ളവർക്ക് ഈ മൊബൈൽ ഫോണിലുള്ള ദൃശ്യങ്ങൾ മാത്രമാണ് ആശ്രയം. നിങ്ങൾ മൊബൈൽ ഫോണിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ സുരക്ഷിതമായ സ്ഥാനത്തിരിക്കുക. കുട്ടികളെയും സുരക്ഷിതമായ സ്ഥാനത്ത് നിർത്തുക. മണ്ണിടിച്ചിലിന് സാധ്യതയുള്ള സ്ഥലമാണതെങ്കിൽ ആ കെട്ടിടത്തിൻ്റെ ഭാഗത്തു നിന്ന് നിങ്ങൾ മാറി നിൽക്കുക. അവിടേക്ക് രക്ഷാപ്രവർത്തക സംഘം അടുത്ത 10 മിനിറ്റിനുള്ളിൽ നിങ്ങളുടെ അടുത്തേക്ക് എത്തിച്ചേരുമെന്നാണ് കഴിയുന്നത്. പക്ഷേ അവിടെ ഒരു പുഴ, ഈ കുത്തിയൊലിച്ചൊഴുകുന്ന പുഴ മറികടന്ന് വേണം പോകാൻ. അതിനുള്ള സംവിധാനങ്ങൾ രക്ഷാദൗത്യം ഒരുക്കുന്നു. ഇപ്പോൾ നമ്മുടെ പ്രതിനിധി ദീപക് മോഹനും ഈ രക്ഷാദൗത്യത്തിനോടൊപ്പമുണ്ട്. കൃത്യമായ അപ്ഡേറ്റുകൾ റിപ്പോർട്ടിലൂടെ പ്രേക്ഷകർക്ക് ലഭ്യമാവും. അപ്പോൾ ഈ ഭാഗത്ത് മുണ്ടക്കൈ ഭാഗത്ത് കുടുങ്ങിയവർ നിങ്ങൾ യൂട്യൂബിലൂടെ നിങ്ങൾ ഈ വാർത്താ സംപ്രേഷണം കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. രക്ഷാപ്രവർത്തക സംഘം ഒരു 100-200 മീറ്റർ അകലെ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ നിങ്ങളുടെ അടുത്തേക്ക് അവർക്ക് എത്താൻ സാധിക്കും. ആശങ്ക വേണ്ടതില്ല, പരിഭ്രാന്തി വേണ്ടതില്ല.